പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമിനെയും വേദയും എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടിയിട്ട് പുതിയ തന്ത്രങ്ങളൊക്കെ മെനയാണ് ശ്രീകാന്തും ചന്ദ്രശേഖരനും. എന്നാൽ ആ സമയത്ത് വിക്രമും വേദയും പുതിയൊരു ജീവിതം പടുത്തുയർത്താനുള്ള നെട്ടോട്ടത്തിലാണ്. സ്നേഹവും സന്തോഷവും നിറഞ്ഞ ആ കൊച്ചു വീട്ടിൽ വേദയ്ക്ക് വിക്രമും വിക്രമിന് വേദയുമായി തോളോട് തോളു ചേർന്ന് പ്രണയത്തിൻ്റെ ആ ഒരു മൂർധന്യത്തിൽ എന്തും നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ് അവർ. അനിയൻകുട്ടനെ കൂടെ നിർത്തി അവൻ്റെ ഉള്ളിലെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിലും അവർ അവിടെ സമാധാനമായി തന്നെ കഴിയുന്നു. വേദ എന്നും മേരി ചേച്ചിക്കൊപ്പം തേയിലത്തോട്ടത്തിൽ പണിക്ക് പോകുന്നുണ്ട്. അതുപോലെ വിക്രം ഗീവർഗീസേട്ടൻ്റെ കൂടെ മൈക്കിൾ അച്ഛൻ്റെ അരമനയിൽ പുറം പണികൾക്കും സഹായിക്കുന്നു. ജോലിക്ക് പോയി തുടങ്ങിയതു മുതൽ വേദ സൂപ്പർവൈസറായ ജോബിയുടെ കണ്ണിലെ കരടായി മാറുകയാണ്. വേദ എങ്ങനെയെങ്കിലും വശത്താക്കാനാണ് ജോബി നോക്കുന്നത്. ഒരു ദിവസം വേദ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോബി അരികിൽ വന്ന് ചോദിക്കുകയാണ്, താൻ ഈ തോട്ടത്തിലെ പുതിയ ജോലിക്കാരിയല്ലേ? എന്തായാലും പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഈ ഫോമിൽ അങ്ങ് എഴുതി വെച്ചേക്ക്, മുകളിലുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജോബിയുടെ ആ ഒരു നോട്ടവും ചിരിയും കണ്ടപ്പോൾ വേദക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അവൾ വിക്രമിൻ്റെ ഫോൺ നമ്പറും തെറ്റായ അഡ്രസ്സും എഴുതി ഒപ്പിട്ട് നൽകി. അത് വായിച്ചു നോക്കിയിട്ട് ജോബി പറഞ്ഞു, നീ ഇനി കുറേ കാലം ഇവിടെ കാണുമല്ലോ. നിന്നെപ്പോലെ സുന്ദരിയായൊരു തൊഴിലാളിയെ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് നല്ലതാണ്. കണ്ട നിമിഷം മുതൽ എനിക്ക് നിന്നെ വല്ലാതങ്ങ് ബോധിച്ചു. ഇത് കേട്ടപ്പോൾ വേദയ്ക്ക് നല്ല കലിപ്പങ്ങ് കയറി വന്നു. അവൾ പറയുന്നുണ്ട്, ഇതുപോലെയുള്ളവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് സാറേ, കൂടുതൽ സംസാരിക്കണ്ട, എനിക്ക് പണിയുണ്ട്, ഒന്ന് പോയി തരാമോ? ഇത് കേട്ടിട്ട് ജോബിക്ക് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ പോയിക്കോളാം, പക്ഷേ നിന്നെ ഞാൻ വിടില്ല, നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതും പറഞ്ഞ് ജോബി അവിടെ നിന്നും പോയി. മേരി ചേച്ചി വന്ന് തിരക്കി, ആ ജോബി സാർ എന്താ പറഞ്ഞത് എന്ന്. വേദ പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല ചേച്ചി, ആദ്യത്തെ ദിവസമായതുകൊണ്ടാണോ എന്നറിയില്ല, വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നു. മേരി അവൾക്ക് തുണയായി തന്നെ കൂടെ നിന്നു. എങ്കിലും ജോബി ഓർത്ത് വേദയുടെ ഉള്ളിൽ ഒരു പേടി പടരുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് മൈക്കിളിൻ്റെ അരമനയിൽ വിക്രം വിറക് വെട്ടുകയും മറ്റും കഠിനമായി തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അനിയൻകുട്ടൻ്റെ കാര്യങ്ങൾ അച്ഛൻ തിരക്കി. അവൻ രാത്രിയിൽ എന്തോ കണ്ട് പേടിച്ചതാണെന്ന് വിക്രം പറഞ്ഞുവെങ്കിലും മൈക്കിൾ അച്ഛന് അത് പൂർണ്ണമായിട്ടങ്ങ് വിശ്വാസമായില്ല. നീ പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം നീ എന്നോട് പറയേണ്ടി വരുമെന്ന് അച്ഛൻ കടുപ്പിച്ചു പറഞ്ഞു. വിക്രം അന്നേരം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഗീവർഗീസേട്ടൻ പറഞ്ഞു, അച്ഛൻ വെറുതെ ഒന്നും പറയില്ല, പുള്ളി ഒരു കാര്യം പറഞ്ഞാൽ അതിലെന്തെങ്കിലും സത്യമുണ്ടാവും. രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് താഴ്വാരത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ വിക്രം തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെ വേദയോട് ചോദിച്ചു. ജോബി എന്ന സൂപ്പർവൈസറിൻ്റെ പേരും നമ്പറും ഒക്കെ വാങ്ങിച്ച ആ ഒരു കാര്യം വേദ പറയുന്നുണ്ട്. വിക്രം അതത്രമൊന്നും കാര്യമാക്കി എടുത്തില്ല. പുതിയ ആളായതുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കാനായിരിക്കും സ്വാഭാവികമാണെന്നും അത് ഓർത്തുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട എന്നും അവൻ അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അനിയൻകുട്ടന് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കില്ലായിരുന്നു എന്ന് വേദ ഓർക്കുകയാണ്. വിക്രത്തെ പോലെ ഒരു മുരടനായ മനുഷ്യനെ ഇങ്ങനെയൊക്കെ പൂച്ചക്കുട്ടിയെപ്പോലെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും പറയാണ് വേദ. വിക്രം അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, നീ എൻ്റെ ജീവനാണ് വേദ, നിന്നെ പിരിഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ കഴിയില്ല. ഓരോ ദിവസവും കഴിയുന്തോറും അവരുടെ പ്രണയം അത്രമേൽ കൂടി വരികയാണ്. പിറ്റേ ദിവസം രാവിലെ വിക്രം എഴുന്നേറ്റപ്പോൾ വേദ ചായയുമായിട്ട് വന്നില്ല. അകത്ത് ചെന്ന് നോക്കുമ്പോൾ അവൾ പനിച്ചു വിറച്ച് കിടക്കുന്നതാണ് വിക്രം കാണുന്നത്. വിക്രം അവളുടെ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കി. തീ പോലെ തന്നെ പൊള്ളുന്നു. അവൻ അവൾക്ക് കാപ്പി ഇട്ട് കൊടുക്കുകയും മരുന്നൊക്കെ നൽകുകയും ചെയ്തു. ഇന്ന് പണിക്ക് പോവണ്ട എന്ന് പറഞ്ഞുവെങ്കിലും വേദ വിസമ്മതിച്ചു. മേരി ചേച്ചിയും ഗീവർഗീസേട്ടനും വന്നപ്പോൾ വിക്രം വേദയുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു. വേദ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ ജോബി അവിടെ എത്തി. മേരി ചേച്ചിയിൽ നിന്നാണ് അവൾ ഒറ്റക്കാണ് എന്ന വിവരം അവൻ അറിഞ്ഞത്. വീടിനകത്തേക്ക് എത്തി നോക്കിയ ജോബിയെ കണ്ട് വേദ ആകെ ഞെട്ടിപ്പോയി. സർ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ജോബി അവളെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിച്ചു. നീ പറയുന്നതങ്ങ് അനുസരിച്ച് നിന്നാൽ നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് അവൻ പറഞ്ഞു. വേദ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, താൻ അധികം കളിക്കണ്ട, വൃത്തികേട് കാണിക്കാൻ വന്ന എൻ്റെ ഭർത്താവിനോട് ഞാനങ്ങ് പറഞ്ഞു കൊടുക്കും, പിന്നെ തനിക്ക് ഈ ഒരു പണി കാണില്ല. വേദയുടെ ഈ ഒരു സ്വരത്തിന് മുന്നിൽ പകച്ചുപോയ ജോബി, നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇതേ സമയത്തിന് ശ്രീകാന്തും ചന്ദ്രശേഖരനും വിക്രമിനെയും വേദയെയും കൊടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത നൽകി. വിക്രം ഒരു കൊലപാതകിയാണ് എന്നും തട്ടിക്കൊണ്ടുപോയി താലി കെട്ടിയവനാണെന്നുള്ള വാർത്തകളൊക്കെ എല്ലായിടത്തും പ്രചരിപ്പിച്ചു. പിറ്റേന്ന് വേദ ജോലിക്ക് പോയപ്പോൾ ജോബി വീണ്ടും ശല്യവുമായി വന്നു. നമുക്ക് എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാൻ പോവാം, നീ ചോദിക്കുന്ന കാശ് എത്ര വേണമെങ്കിലും തരാമെന്നൊക്കെ അവൻ പറഞ്ഞു. വേദയുടെ സകല നിയന്ത്രണവും അങ്ങ് വിട്ടു. എല്ലാവരും കാണെ തന്നെ അവൾ ജോബിയുടെ കർണത്തങ്ങ് ആഞ്ഞടിച്ചു. സൂപ്പർവൈസറാണെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കണം, വിക്രമിനോട് പറഞ്ഞാൽ താൻ ഇനി ബാക്കി കാണില്ല എന്ന് അവൾ ഉറക്കെ പറഞ്ഞു. നാണം കെട്ട് ജോബി അവിടെ നിന്നും പോയി.
അവൻ ഫോൺ നോക്കിയപ്പോഴാണ് വിക്രമിനെയും വേദയെയും കുറിച്ചുള്ള വാർത്തകളെല്ലാം കണ്ടത്. പ്രതികാരം ചെയ്യാൻ ഇതിലും നല്ലൊരു അവസരമില്ല എന്ന് കരുതി അവൻ മൈക്കിൾ അച്ഛൻ്റെ അടുത്തേക്കെത്തി. അച്ഛൻ ജോലി കൊടുത്ത ആ ഒരു വിക്രം ഒരു കൊലപാതകിയാണ് എന്നും ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്നതാണെന്നൊക്കെ ജോബി പറഞ്ഞു കൊടുത്തു. മൈക്കിൾ അച്ഛൻ തെളിവ് ചോദിച്ചപ്പോൾ അവൻ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തു. അച്ഛൻ വിക്രമിനെയും ഗീവർഗീസിനെയും വിളിപ്പിച്ചു. വിക്രമിനോട് സത്യം ചോദിച്ചു. വിക്രം പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, ഈ കേൾക്കുന്നതൊന്നുമല്ല സത്യം. മൈക്കിൾ അച്ഛൻ അവനെ കുമ്പസാരക്കൂട്ടിലേക്ക് വിളിപ്പിച്ചു. അവിടെ വെച്ച് വിക്രം തൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വരുണിൻ്റെ കൊലപാതകവും അനിയൻകുട്ടൻ അത് കണ്ടതും എല്ലാം പറഞ്ഞു. വിക്രമിൻ്റെ കണ്ണിലെ സത്യം മൈക്കിൾ അച്ഛൻ തിരിച്ചറിഞ്ഞിരുന്നു. നീ നിരപരാധിയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും വിക്രം, ആരും നിന്നെ ഇവിടെ നിന്നും പുറത്താക്കില്ല എന്ന് അച്ഛൻ അവൻക്ക് ഉറപ്പു നൽകി. ശത്രുക്കൾ പിന്നാലെ ഉണ്ട് എങ്കിലും സൂക്ഷിക്കണമെന്നും അച്ഛൻ അവനെ ഓർമ്മിപ്പിച്ചു. വിക്രം തിരികെ വന്ന് വേദയോട് എല്ലാ കാര്യങ്ങളും വന്ന് പറയാണ്. തങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അവർ കണ്ടുപിടിക്കാനുള്ള വഴിയായിരിക്കും ഈ വാർത്ത എന്ന് വേദ ഭയന്നു. എങ്കിലും വിക്രം കൂടെയുള്ളപ്പോൾ താൻ സുരക്ഷിതയാണെന്ന വിശ്വാസത്തിൽ അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. എന്നാൽ ജോബിയുടെ കാര്യങ്ങൾ എങ്ങനെ വിക്രമിനോട് പറയുമെന്ന ആകുലത വേദയുടെ ഉള്ളിലുണ്ടായിരുന്നു. വിക്രത്തിൻ്റെ തോളിൽ ചാരിയിരിക്കുമ്പോഴും വേദയുടെ ഉള്ളിൽ ആ ഒരു പഴയ ജോബിയുടെ നോട്ടവും അവൻ്റെ പകയും ഒരു കനലായി അവശേഷിച്ചു. വിക്രം ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ അവൾക്ക് ഉറക്കം ഒട്ടും വന്നില്ല. മൈക്കിൾ അച്ഛൻ കൂടെയുണ്ടെന്ന് വലിയൊരു ആശ്വാസമുണ്ടെങ്കിലും ജോബി ഈ വാർത്തകൾ കണ്ട സ്ഥിതിക്ക് അവൻ വെറുതെ ഇരിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പിറ്റേന്ന് രാവിലെ തോട്ടത്തിലെത്തിയ വേദയെ കാത്തിരുന്നത് ജോബിയുടെ ക്രൂരമായ ചിരിയായിരുന്നു. താൻ അടിച്ചതിൻ്റെ പാട് അവൻ്റെ കവിളിൽ മാഞ്ഞുവെങ്കിലും ആ പക അവൻ്റെ കണ്ണുകളിൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അവൻ മറ്റാരും കാണാതെ വേദയുടെ അരികിലേക്ക് വന്ന് മെല്ലെ പറഞ്ഞു, നിന്റെ വിക്രം വലിയ കൊലപാതകിയാണല്ലേടി, ഇനി നിന്നെ ഞാൻ പോലീസിന് വിട്ടുകൊടുക്കണോ അതോ എൻ്റെ കൂടെ നീ വരുന്നോ? എന്താന്ന് വെച്ചാൽ നീ തന്നെ തീരുമാനിച്ചോ എന്ന് പറയുന്ന സമയത്തിന് വേദ ഭയന്നില്ല. അവൾ തിരിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറഞ്ഞു, താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുൻപ് സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ചോ. അന്ന് വൈകുന്നേരം തോട്ടത്തിൽ പണി കഴിഞ്ഞ് മടങ്ങുമ്പോൾ വിജനമായ വഴിയിൽ വെച്ച് ജോബിയും അവൻ്റെ കൂടെ കുറച്ച് ഗുണ്ടകളും വിക്രമിനെയും വേദയും തടഞ്ഞു. ജോബിയുടെ കയ്യിൽ ആ സോഷ്യൽ മീഡിയയിലെ വാർത്തകളുണ്ടായിരുന്നു. അവൻ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാടാ നിന്റെ വിക്രം, ഒരു കൊലപാതകി, ഇവനെ നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം. വിക്രം ശാന്തനായി നിന്നു. അവൻ വേദയെ മാറ്റി നിർത്തിയിട്ട് ജോബിയുടെ നേർക്കങ്ങ് നടന്നു. ജോബി ഭയന്ന് പിന്നോട്ട് മാറിയെങ്കിലും അവൻ്റെ ഗുണ്ടകൾ വിക്രമിന് നേരങ്ങ് പാഞ്ഞു. എന്നാൽ വിക്രം പഴയ ഗുണ്ടയല്ലെങ്കിലും അവൻ്റെ ഉള്ളിലെ കരുത്ത് ചോർന്നിരുന്നില്ല. അവൻ അവരെയെല്ലാം നിഷ്പ്രയാസം തന്നെ നേരിട്ടു. ആ അടിപിടിക്കിടയിൽ തന്നെ അനിയൻകുട്ടൻ അങ്ങോട്ടേക്ക് എത്തുകയും അവൻ്റെ ഉള്ളിൽ ഇത്ര കാലം അടക്കി പിടിച്ചിരിക്കുന്ന ആ ഒരു പഴയ ഭയം ഒരു നിലവിളിയായി തന്നെ പുറത്തു വരികയും ചെയ്തു. ആ നിലവിളിയിൽ വിക്രം വരുണിനെ കൊന്നിട്ടില്ല എന്നും അത് മറ്റാരോ ചെയ്തതാണെന്നും ആരാണ് ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ അനിയൻകുട്ടൻ അങ്ങ് ഉറക്കെ വിളിച്ചു പറയാണ്. പുളിക്കനെ കൊന്നത് താൻ നേരിട്ട് കണ്ടു എന്നും അത് ചെയ്തത് ശ്രീകാന്തും ചന്ദ്രശേഖരനാണ് എന്ന കാര്യങ്ങളൊക്കെ അനിയൻകുട്ടൻ വിളിച്ചു പറയും. ആ ഒരു ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരും ഗീവർഗീസേട്ടനും മൈക്കിൾ അച്ഛനും ആ ഒരു സത്യം കേട്ടു. അനിയൻകുട്ടൻ്റെ ഓർമ്മകൾ പുതിയതായി തിരികെ വന്നിരിക്കുന്നു. ജോബിയുടെ തന്ത്രങ്ങളെല്ലാം തന്നെ അവിടെ തകർന്നു വീണു. മൈക്കിൾ അച്ഛൻ ഇടപെട്ട് ജോബിയെ തോട്ടത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. വിക്രമിൻ്റെയും വേദയുടെയും നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അനിയൻകുട്ടൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ ഒരു വഴിത്തിരിവായി മാറി. വിക്രം വേദയെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ തങ്ങൾ ഇനി സുരക്ഷിതരാണ് എന്ന ഉറപ്പുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് അനിയൻകുട്ടനെയും കൂട്ടിയിട്ട് അരമനയുടെ പടികൾ ഇറങ്ങുമ്പോൾ ദൂരെ നിന്ന് താഴ്വാരത്തെ കാറ്റ് അവരെ തഴുകി കടന്നുപോയി. പവിത്രമായ ആ ബന്ധം തകർക്കാൻ ഇനി ഒരു ശക്തിക്കും കഴിയില്ല എന്ന് പ്രകൃതി പോലും സാക്ഷ്യം വഹിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം വിക്രം നിരപരാധിയാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. വേദ വിക്രമിൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. ഇനി ഒന്നിനെയും ഭയപ്പെടാനില്ല എന്ന ധൈര്യത്തോടു കൂടി തന്നെ അവർ പുതിയൊരു പുലരിയിലേക്ക് നടന്നു നീങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.